Good morning, students. നമ്മൾ ഓക്സിഡേഷൻ എന്നുള്ള മോഡ്യൂളിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ബെയർ വില്ലിഗർ ഓക്സിഡേഷനും ഡെസ്മാർട്ടിൻ ഓക്സിഡേഷനുമാണ് ഡിസ്കസ് ചെയ്തത്. അപ്പം ഇന്ന് നമുക്ക് ഡെസ്മാർട്ടിൻ ഓക്സിഡേഷന് കൂടെയുള്ള ഡെസ്മാർട്ടിൻ ഓക്സിഡേഷൻ അതേ മെക്കാനിസം ഫോളോ ചെയ്യുന്ന ഒരു റിയാക്ഷനും പിന്നെ ഒരു റിയേജന്റ്. ഇനി നിങ്ങൾക്ക് ഇത്രയും ഭാഗം കൂടെയാണ് പഠിപ്പിക്കാനുള്ളത്. അതിൽ IBXും aluminum isopropoxide. It is a named reagent. Open air oxidation ഉപയോഗിക്കുന്ന reagent ആണിത്. അപ്പം ഈ രണ്ട് reagents aluminum isopropoxide ഉപയോഗിച്ചിട്ടുള്ള oxidation reduction reactions and IBX ഈ രണ്ട് reagents ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് IBX എന്താണെന്നുള്ളത് നോക്കാം. IBX is the short form of 2-iodoxybenzoic acid. അപ്പം ഡെസ്മാർട്ടിനിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ഇതേപോലൊരു കോമ്പൗണ്ട് ആണ് ഡെസ്മാർട്ടിൻ ഓക്സിഡേഷനിലും നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. ഇവിടെ അടുത്ത സ്റ്റെപ്പിലാണ് വ്യത്യാസം. അതായത് ഫസ്റ്റ് സ്റ്റെപ്പിൽ ഡെസ്മാർട്ടിനിലും 2-iodoxybenzoic ആസിഡ് ഉപയോഗിച്ച് പൊട്ടാഷ്യം ബ്രോമേറ്റും സൾഫ്യൂരിക് ആസിഡും കൂടെ ഇങ്ങനെ ഒരു റിയേജന്റ് ഉണ്ടാക്കിയെടുക്കും. അതിനുശേഷം അവിടെ ഡെസ്മാർട്ടിനിൽ അസിറ്റിലേറ്റ് ചെയ്യും. ആ സ്റ്റെപ്പ് ഇവിടെ ഒഴിവാക്കുന്നു. ഓക്കെ, അപ്പൊ ഈ കോമ്പൗണ്ട് തന്നെ റീഅറേഞ്ച് ചെയ്ത്, അപ്പൊ ഇതെങ്ങനെയാണ് 2-iodoxybenzoic ആസിഡ്, പൊട്ടാഷ്യം ബ്രോമേറ്റ് ഇൻ പ്രസൻസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്. അപ്പം ഞാൻ പറഞ്ഞു ഇവിടുന്ന് എച്ച് ഇളകി പോകുന്നു. അപ്പോൾ O- നേരെ അയഡിനുമായിട്ട് ബോണ്ട് വരുന്നു. ഞാൻ പറഞ്ഞു ഈ അയഡിന്റെ ലോൺ പെയർ എല്ലാം അറൈൽ ഗ്രൂപ്പ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. സോ അയഡിൻ വുഡ് ക്യാരി എ സ്ലൈറ്റ് പോസിറ്റീവ് ചാർജ്. അപ്പൊ ഈ O- അയഡിനിലേക്ക് വരുന്നു. KBrO3 ഒരു O-, രണ്ട് O- ഇവിടെ വരുന്നു. ഇവിടെ നിന്ന് ഇളകിപ്പോയ H+, ഇവിടെ വരുന്ന O- OH ആയിട്ട് ഇരിക്കുന്നു. മറ്റേത് O- ആയിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് ഇങ്ങനെ ഉണ്ടാകുന്നത്. ഇത് റീഅറേഞ്ച് ചെയ്ത് ഈ പ്ലസും മൈനസും എന്നുള്ളത് ഒരു ബോണ്ടായിട്ട് മാറും. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കോമ്പൗണ്ട് കിട്ടും. ഇതാണ് IBX. ഇറ്റ്സ് എ ഹൈപ്പർ വാലന്റ് അയഡിൻ കോമ്പൗണ്ട്. ദിസ് ഈസ് യൂസ്ഡ് ഫോർ ഓക്സിഡേഷൻ ഓഫ് ആൽക്കഹോൾ. ആൽക്കഹോൾ കാർബണിലാക്കാൻ തന്നെ ഉപയോഗിക്കുന്ന സെയിം ടൈപ്പ് ഓഫ് റിയേജന്റ് ആണ്. പക്ഷെ ഇതില് മറ്റേത് അപേക്ഷിച്ച് നോക്കുമ്പം ഡെസ്മാർട്ടിനുമായിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻസോല്യുബിൾ ഇൻ ഓർഗാനിക് സോൾവെന്റ്. ഓർഗാനിക് സോൾവെബിളില് അതായത് കോമൺ ആയിട്ടുള്ള ക്ലോറോഫോം പോലുള്ള ഓർഗാനിക് സോൾവെന്റ്സിൽ ഇൻസോല്യുബിൾ ആണ്. ഹൈലി പോളാർ ആയിട്ടുള്ള DMSO, ഡൈമീഥൈൽ സൾഫോക്സൈഡ് പോലുള്ള ഹൈലി പോളാർ ആയിട്ടുള്ള സോൾവെന്റിൽ ഇയാൾ സോല്യുബിൾ ആവുള്ളൂ. ഓക്കെ, അപ്പൊ പ്രിപ്പറേഷൻ വളരെ സിമ്പിൾ ആണ്. 2-iodoxybenzoic ആസിഡ്, പൊട്ടാഷ്യം ബ്രോമേറ്റും സൾഫ്യൂരിക് ആസിഡിന്റെ പ്രസൻസിൽ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ഉണ്ടാവുന്നു. അത് റീഅറേഞ്ച് ചെയ്ത് IBX ആവുന്നു. 2-iodoxybenzoic ആസിഡിലേക്ക് ആ റിയേജന്റ് ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് IBX എന്ന് പറയുന്ന കോമ്പൗണ്ട്, ഈ റിയാക്റ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ട് കിട്ടുന്നു. IBX എന്ന് പറയുന്നത് ഇതാണ്. ഇതിന്ന് റിയാക്ട് ചെയ്തിട്ട് കിട്ടുന്ന സ്പീഷീസ് ആണ് ഇവിടെ റിയാക്റ്റീവ് ആയിട്ട് വരുന്നത്. മെക്കാനിസം ഇറ്റ് ഈസ് വെരി സിമിലർ ടു ഡെസ്മാർട്ടിൻ പെറഡൈനിൻ റിയാക്ഷൻ. വേറൊന്നുമില്ല, ആൽക്കഹോൾ വരുന്നു. ആൽക്കഹോളിലെ ലോൺ പെയർ അയഡിനിൽ അറ്റാക്ക് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നിന്ന് OH ഇളകിപ്പോകുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ എന്തുണ്ടായി? ഈ ഓക്സിജൻ, ആൽക്കഹോളിലുള്ള ഓക്സിജൻ ആറ്റം അയഡിനുമായിട്ട് ബോണ്ട് ഉണ്ടായി. ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആ ഓക്സിജൻ അയഡിൻ ബോണ്ട് ഉണ്ടായി. ഈ ഡബിൾ ബോണ്ട് അല്ല, ഈ H- പോയപ്പോഴത്തേക്കും അവിടെ പുതുതായിട്ടൊരു ഡബിൾ ബോണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു, അതായത് വാട്ടർ മോളിക്യൂള് എലിമിനേറ്റഡ് ആയി പോയി. ഈ OH മൊത്തത്തിൽ ഇളകി പോകുന്നു. ഈ ലോൺ പെയർ അയഡിനിലേക്ക് അറ്റാക്ക് ചെയ്യുന്നു. അപ്പൊ ഈ അയഡിൻ ഡബിൾ ബോണ്ട് ആയി ഈ OHഉം ഈ Hഉം കൂടെ H2 ആയിട്ട് എലിമിനേറ്റ് ആയി പോയി. അപ്പൊ എങ്ങനെയാണ് ഒന്നുകൂടെ പറയാം മെക്കാനിസം. ഓക്സിജനിലെ ലോൺ പെയർ അയഡിനിലേക്ക് അറ്റാക്ക് ചെയ്യുന്നു. അയഡിനിലേക്ക് അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ
OH മോളിക്യൂള് ഈ Hനെയും കൂടെ വിളിച്ച് വാട്ടറായിട്ട് എലിമിനേറ്റ് ആയി പോകുന്നു. അപ്പൊ ഈ O- ആണ് ആദ്യം അറ്റാക്ക് ചെയ്യുന്നത്. എന്നിട്ട് അപ്പം അയഡിനും ഓക്സിജനും തമ്മിൽ പുതുതായിട്ടൊരു ബോണ്ട് ഉണ്ടാവുന്നു. ഓക്കെ, ഇങ്ങനെ ഒരു ഇന്റർമീഡിയറ്റ് ഇവിടെ ഉണ്ടാവും. അതിനുശേഷം റീഅറേഞ്ച്മെന്റ് ആണ്. ഈ ഡബിൾ ബോണ്ട് ഇരിക്കുന്ന ഓക്സിജൻ ആറ്റം ഈ പ്രോട്ടോണെ അബ്സ്ട്രാക്ട് ചെയ്യും. ഓക്കെ, ഈ പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ഇവിടെ OH ആവും, ഇത് സിംഗിൾ ബോണ്ട് ആവും. അയഡിൻ വുഡ് ക്യാരി ആൻ OH സ്പീഷീസ്. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? ഈ ഹൈഡ്രജൻ ബോണ്ട് ഈ ഓക്സിജനിലേക്ക് കൊടുത്തിട്ടാണ് എലിമിനേറ്റഡ് ആയി പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ഹൈഡ്രജനെ വിളിക്കും, അപ്പൊ ബോണ്ട് ഇങ്ങോട്ടേക്ക് കൊടുത്തു, ഇത് RC ഡബിൾ ബോണ്ടോ സ്പീഷീസിലേക്ക് മാറും. അപ്പൊ ഇവിടെ ഒരു ക്ലീവേജ് നടന്ന് അയഡിൻ ഇവിടെ വെച്ച് ക്ലീവ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് RC ഡബിൾ ബോണ്ടോ എന്നുള്ള ഒരു കോമ്പൗണ്ട് കിട്ടും. ഇതാണ് IBXന്റെ മെക്കാനിസം എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് വെരി സിമിലർ ടു ഡെസ്മാർട്ടിൻ പെറൈഡിനൈൻ ഓക്സിഡേഷൻ. എന്താ പറയുക, എക്സാമ്പിൾസ് ആണ് ഡൈഹൈഡ്രോക്സിൽ ആയിട്ടുള്ള കോമ്പൗണ്ടിൽ IBX ഞാൻ പറഞ്ഞു DMSOയിലാണ് സോൾയുബിൾ ആവുന്നതാണ്. അപ്പൊ IBX ഇൻ പ്രസൻസ് ഓഫ് DMSO, അപ്പൊ എന്തുണ്ടായി? സെക്കൻഡറി ആൽക്കഹോൾ ആയതുകൊണ്ട് രണ്ടിടത്തും കീറ്റോൺ ആയി. ഓക്കെ, ഇത് പ്രൈമറി ആൽക്കഹോൾ ആണ്. IBX DMSO ഉപയോഗിക്കുമ്പോൾ എന്തുണ്ടാവും? ആൽഡിഹൈഡ് ഉണ്ടാവും. ഓക്കെ, അപ്പം ആൽഡിഹൈഡ് ആൽക്കഹോളിനെ കാർബണിൽ കോമ്പൗണ്ടിലേക്ക് മാറ്റാൻ IBX ഉപയോഗിക്കും. ഇറ്റ് ക്യാൻ ബി an aldehyde or a ketone depending upon the type of alcohol. ഈ റിയാക്ഷന്റെയും ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് വർക്ക്സ് സ്മൂത്ത്ലി വിത്തൗട്ട് അഫക്റ്റിംഗ് എനി അതർ ഫങ്ഷണൽ ഗ്രൂപ്പ്. വേറെ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിനെയും അഫക്ട് ചെയ്യാതെ ആ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യും. മനസ്സിലായല്ലോ? അപ്പൊ IBX എന്ന് പറയുന്ന റിയേജന്റും അതിന്റെ റിയാക്ഷൻസും മെക്കാനിസവും പ്രിപ്പറേഷനും ഡെസ്മാർട്ടിൻ പെറൈഡിനൈൻ ഓക്സിഡേഷന്റെ കൂടെ പഠിക്കുക. രണ്ടും കൂടെ ഒരുമിച്ച് പഠിച്ചാൽ വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് അലുമിനിയം ഐസോപ്രോപ്പോക്സൈഡ് ഉപയോഗിച്ചിട്ടുള്ള ഓക്സിഡേഷൻ വിച്ച് ഈസ് കോൾഡ് ഓപ്പൺ എയർ ഓക്സിഡേഷൻ, അതിനെ കുറിച്ചുള്ള റിയാക്ഷൻസ് നോക്കാം. അപ്പോൾ ഓപ്പൺ എയർ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ആൽക്കഹോൾ, ഓക്സിഡേഷൻ ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ആൽക്കഹോൾ വിത്ത് കീറ്റോൺ. ഓക്കെ, വിത്ത് കീറ്റോൺ, അതായത് പ്രൈമറിയോ സെക്കൻഡറിയോ ഉള്ള ഒരു ആൽക്കഹോൾ ഒരു കീറ്റോണിന്റെ കൂടെ റിയാക്ട് ചെയ്യും ഇൻ പ്രസൻസ് ഓഫ് മെറ്റൽ ആൽക്കോക്സൈഡ് വിച്ച് ഇസ് അലുമിനിയം ഐസോപ്രോപ്പോക്സൈഡ്. മെറ്റലും പിന്നെ ഒരു ആൽക്കോക്സൈഡ് ഗ്രൂപ്പും കൂടെ ഒരുമിച്ചുള്ള ഒരു സ്പീഷീസ് ടു കറസ്പോണ്ടിങ് ആൽഡിഹൈഡ്, ആൽക്കഹോളിനെ കറസ്പോണ്ടിങ് ആൽഡിഹൈഡിലേക്ക് മാറ്റുന്ന റിയാക്ഷൻ. ഓക്കെ, അതിനെയാണ് ഓപ്പൺ എയർ ഓക്സിഡേഷൻ. ഇപ്പൊ നിങ്ങൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഈ ആൽക്കഹോള് കീറ്റോണായി, കീറ്റോൺ ആൽക്കഹോളായി. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ഓപ്പൺ എയർ ഓക്സിഡേഷൻ. അതായത് പ്രൈമറിയോ സെക്കൻഡറിയോ ആയിട്ടുള്ള ഒരു ആൽക്കഹോളിനെ ഒരു കീറ്റോണുമായിട്ട് റിയാക്ട് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് മെറ്റൽ ആൽക്കോക്സൈഡ്. അപ്പം പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി ആൽക്കഹോൾ കറസ്പോണ്ടിങ് കാർബണിൽ കോമ്പൗണ്ട് ആവും, കീറ്റോൺ എന്താവും? ആൽക്കഹോളിലേക്ക് മാറും. ഓക്കെ, ഈ റിയാക്ഷൻ ഒരു പ്രത്യേകത, ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി റിവേഴ്സിബിൾ ആണ്. ഇവിടെ റിവേഴ്സിബിൾ ആരോണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ റിവേഴ്സ് ചെയ്താൽ നമുക്ക് പ്രോഡക്റ്റിന്റെ ഈൽഡ് കുറയും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലീ ചാലിയസ് പ്രിൻസിപ്പിൾ അനുസരിച്ച് ഇവിടുത്തെ കീറ്റോണിന്റെ കോൺസെൻട്രേഷൻ കൂട്ടുക. അപ്പൊ കീറ്റോണിന്റെ കോൺസെൻട്രേഷൻ സിസ്റ്റം കുറയ്ക്കാൻ നോക്കും. ദാറ്റ് ഈസ് ബൈ ഇൻക്രീസിങ് ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ. അപ്പൊ എപ്പോഴും നമ്മൾ ഇതിൽ ഓപ്പൺ എയർ ഓക്സിഡേഷൻ ചെയ്യുന്ന സമയത്ത് കീറ്റോണിന്റെ അളവ് വളരെ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ എക്സസ് ആയിരിക്കും. ഓക്കെ, ഇനി ഇതിന്റെ മെക്കാനിസം എന്താന്ന് നോക്കാം. മെക്കാനിസം ഇറ്റ് വുഡ് ഫോം എ 6 മെമ്പേർഡ് ചെയർ ലൈക്ക് ട്രാൻസിഷൻ സ്റ്റേറ്റ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ആണ്. ഇതാണ് ഞാൻ പറഞ്ഞ 6 മെമ്പേർഡ് ചെയർ ലൈക്ക് ട്രാൻസിഷൻ സ്റ്റേറ്റ്. അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് നോക്കാം. ആദ്യം ആൽക്കഹോള്, ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ക്ലെയ്ഡൻ നോക്കിയാൽ കിട്ടും. ഓക്കെ, ഇത് ആൽക്കഹോൾ ആണ്. ആൽക്കഹോളിൽ നിന്ന് അലുമിനിയം ഐസോപ്രോപ്പോക്സൈഡും കീറ്റോണും കൂടെ റിയാക്ട് ചെയ്യുന്നു. അപ്പൊ ഈ നീല കാണിച്ചിരിക്കുന്ന ഫുള്ള്, ഈ പ്രോഡക്റ്റിലും നീല വരുന്ന ഫുള്ള് ഈ കീറ്റോണിന്റെ പാർട്ടാണ്. പച്ച വരുന്നത് റിയേജന്റ്, ചുവപ്പ് വരുന്നത് നമ്മുടെ റിയാക്ടന്റ്, അതായത് കൺവേർട്ടഡ് ആകേണ്ട ആൽക്കഹോൾ. അപ്പൊ ഇങ്ങനെ ഒരു റിയാക്ഷൻ വരുന്ന അലുമിനിയം ഐസോപ്രോപ്പോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം ഇവിടെ ഒരു 6 മെമ്പേർഡ് റിംഗ് ഫോം ചെയ്യും. എങ്ങനെയാണ്? ഇതാണ് അലുമിനിയം ഐസോപ്രോപ്പോക്സൈഡ്. 3 IPRO ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, ഐസോപ്രോപ്പോക്സൈഡ് ഗ്രൂപ്പ് ഉണ്ട്.
ഇവിടെ 1, ഇവിടെ 2. മൂന്നാമത്തെ ഐസോപ്രോപ്പോക്സിൽ ഗ്രൂപ്പ് ഇവിടെ നിന്നൊരു ഹൈഡ്രജനെയും വിളിച്ച് പോകും. അതാണ് പ്രൊപ്പൈൽ ആൽക്കഹോൾ ആയിട്ട് കാണിച്ചിരിക്കുന്നത്, IPROH. ഓക്കെ, ഇവിടെയുള്ള മൂന്നാമത്തെ IPRO ഗ്രൂപ്പും ഇവിടുത്തെ ഒരു ഹൈഡ്രജനും കൂടെ എലിമിനേറ്റ് ആയിപ്പോയി. ഇപ്പൊ ഇവിടെ എന്തുണ്ടായി? IPROH ഉണ്ടായി. അതിന്റെ ഫലമായിട്ട് അലുമിനിയവും ഈ ഓക്സിജനും തമ്മിലൊരു ലിങ്കേജും വരും. ഓക്കെ, R1 R2. പിന്നെ ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. ഇതിപ്പം ടെട്രാഹൈഡ്രൽ ഇന്റർമീഡിയറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ടെട്രാഹൈഡ്രൽ ഷേപ്പിൽ കാണിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ അലുമിനിയത്തിന്റെ ഒരു വാലൻസി ഫ്രീ ആയി, മറ്റേ വാലൻസിലേക്ക് ഈ കീറ്റോൺ കോർഡിനേറ്റ് ചെയ്യും. ഓക്കെ, കോർഡിനേഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത്, കോവാലന്റ് ബോണ്ട് അല്ല. ഈ കീറ്റോൺ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ആ ഓക്സിജന്റെ ലോൺ പെയർ ഉപയോഗിച്ച് അലൂമിനിയത്തിലേക്ക്, കാരണം ഇപ്പോൾ ഒരു ഡെഫിഷ്യൻസി ഉണ്ടല്ലോ, അത് അഡ്രസ് ചെയ്യാനായിട്ട് ഓക്സിജൻ എന്ത് ചെയ്യും? ഒരു ലോൺ പെയർ കൊടുക്കും. ഇത് റീഅറേഞ്ച് ചെയ്ത് നമുക്കൊരു ട്രാൻസിഷൻ സ്റ്റേറ്റ് കിട്ടും. അതായത് ഈ ഓക്സിജൻ, ഈ അലുമിനിയം ഓക്സിജൻ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഈ ഹൈഡ്രജന് ഈ കാർബണുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങോട്ടേക്ക് ഇലക്ട്രോൺ ഷിഫ്റ്റ് വന്നാൽ ഈ ഹൈഡ്രജൻ ആറ്റത്തിന് ഇങ്ങോട്ടേക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ഡബിൾ ബോണ്ട് വീണ്ടും ഷിഫ്റ്റ് ചെയ്ത് ഇത് കോവാലന്റ് ഇന്ററാക്ഷനിലേക്ക് മാറാനുള്ള സാധ്യത വരും. മനസ്സിലായ? സൈക്ലിക് ആയിട്ട് ഇലക്ട്രോൺ മൂവ് ചെയ്യും. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട്. അപ്പൊ എങ്ങനെയാവും? ഇവിടെ ഈ ഇന്ററാക്ഷൻസ് എല്ലാം കാണിച്ചിരിക്കുന്നത് സിംഗിൾ ബോണ്ടഡ് ആയിട്ടാണ്. ഇതൊരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ആയതുകൊണ്ട് ഇലക്ട്രോൺസ് ഇങ്ങനെ പോകുന്നതുകൊണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഡോട്ടഡ് ലൈനായി. ഈ ഇന്ററാക്ഷൻ ഇങ്ങോട്ട്, ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് പോയല്ലോ. അപ്പം ട്രാൻസിഷൻ സ്റ്റേറ്റ് ആയതുകൊണ്ട് ഇലക്ട്രോൺസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഡീലോക്കലൈസ് ചെയ്യും. അപ്പം ഇവിടെ ഒരു ഡോട്ടഡ് ലൈൻ, പിന്നെ ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഡോട്ടഡ് ലൈൻ, ഈ ഹൈഡ്രജന്റെ ബോണ്ട് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇവിടെയും വീണ്ടും ഒരു ഡോട്ടഡ് ലൈൻ, പിന്നെ ഈ ഹൈഡ്രജൻ ഇങ്ങോട്ടേക്ക് ഇന്ററാക്ഷൻ കാണിക്കുന്ന ഡോട്ടഡ് ലൈൻ, ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ ഒരു ഡോട്ടഡ് ലൈൻ, ഇവിടെ ഒരു ഡോട്ടഡ് ലൈൻ. ഇപ്പൊ എന്തായി? ശരിക്കും 1 2 3 4 5 6 മെമ്പേർഡ് ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ഇവിടെ ഫോം ചെയ്യും. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ എന്ത് സംഭവിക്കും? ഇത് ബോണ്ടായിട്ട് മാറും. അതായത് ഇവിടെ ഡബിൾ ബോണ്ട് ഓ ആകും. ഓക്കെ, ഈ ഹൈഡ്രജൻ ഇങ്ങോട്ടേക്ക് പോകും, ഇയാളുടെ ഭാഗമോ. ഇതുവരെ ഈ ഹൈഡ്രജൻ ചുവന്ന ആൽക്കഹോളിന്റെ പാർട്ടായിരുന്നു, അത് ഇങ്ങോട്ടേക്ക് മാറും. ഇത് തെറ്റിപ്പോയതാണ്. ഇവിടെ ഹൈഡ്രജൻ ചുവപ്പ് കളറാണ്. ഇപ്പൊ കീറ്റോണിന്റെ ഭാഗമായി, അപ്പം അത് നീല കളർ ആക്കിയിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇവിടെ ഡബിൾ ബോണ്ടഡായി. ഈ ഹൈഡ്രജൻ ഇങ്ങോട്ട് പോയപ്പോൾ എന്തായി? ഓക്സിജൻ അലുമിനിയം ബോണ്ടഡായി. അപ്പൊ ഇയാള് ശരിക്കും ഒരു കാർബണിൽ കോമ്പൗണ്ടിലേക്ക് മാറി. R1 R2 ഡബിൾ ബോണ്ടോ. ഓക്കെ, എന്നിട്ട് ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് കോർഡിനേറ്റ് ചെയ്യുക. അപ്പൊ അലുമിനിയത്തിലേക്ക് എത്തി. ഓക്കെ, ഇനി ഈ ബോണ്ട് ഇവിടെ സ്ട്രോങ് ആയല്ലോ. അപ്പം സിംഗിൾ ബോണ്ടഡോ, പിന്നെ ഈ ഹൈഡ്രജന് 2 R ഗ്രൂപ്പ്. ഇനി ആൽക്കഹോളിസിസ്, അതായത് ആൽക്കഹോളിന്റെ പ്രസൻസിൽ ഈ റിയാക്ഷൻ ഇവിടെ വെച്ച് ക്ലീവ് ചെയ്യും. അതായത് ഈ ബോണ്ട് ഇവിടെ വെച്ച് ക്ലീവ് ചെയ്യും, ഈ ബോണ്ട് ഇങ്ങനെ അങ്ങ് ഇളകിപ്പോകും. അപ്പൊ പ്രോഡക്റ്റ് ഉണ്ടായല്ലോ, R1 R2 ഡബിൾ ബോണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഹൈഡ്രൈഡ് ഷിഫ്റ്റ് നടക്കുന്നുണ്ട്. ഈ ട്രാൻസിഷൻ സ്റ്റേറ്റിൽ നിന്ന് ആൽക്കഹോളിൽ ഉണ്ടായിരുന്ന ഹൈഡ്രജൻ ആറ്റം ഇപ്പുറത്തുള്ള കാർബണിൽ കോമ്പൗണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് പ്രോഡക്റ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഇതിന്റെ മെക്കാനിസം വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് എഴുതി പഠിച്ചാൽ മതി. R1 R2 OH അലുമിനിയം ഐസോപ്രോപ്പോക്സൈഡും കീറ്റോണും. എന്നിട്ട് ആദ്യത്തെ സ്റ്റെപ്പില് ഇതിൽ നിന്ന് ഒരു OPRും ഇവിടെ നിന്ന് ആൽക്കഹോളിൽ നിന്ന് ഒരു ഹൈഡ്രജനും കൂടെ പോയി ഒരു ഇന്ററാക്ഷൻ വരുന്നു, ഒരു ഇന്റർമീഡിയറ്റ് ഉണ്ടാകുന്നു. അത് റീഅറേഞ്ച് ചെയ്താണ് 6 മെമ്പേർഡ് ആയിട്ടുള്ള. കാരണം 6 മെമ്പേർഡ് ഉണ്ടാവാൻ സ്റ്റെബിലിറ്റി കൂടുതലാണ്, അപ്പൊ അതുകൊണ്ട് അതിന്റെ ടെൻഡൻസിയും കൂടുതലായിരിക്കും. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? ഇയാള് ഈ ബോണ്ട് എല്ലാം ക്ലീവ് ചെയ്ത് പ്രോഡക്റ്റിലേക്ക് മാറുന്നു. ഓക്കെ, ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം. മൈൽഡ് റിയാക്ഷൻ കണ്ടീഷൻസ് ആണ്. സാധാരണ ബാക്കിയുള്ള ഫങ്ഷണൽ ഗ്രൂപ്പിനെ ഒന്നും ഇയാൾ അഫക്ട് ചെയ്യില്ല. അലുമിനിയം ഐസോപ്രോപ്പോക്സൈഡ് റിയാക്ട് ചെയ്യില്ല. ബട്ട് ഇഫ് സബ്സ്ട്രേറ്റ് കണ്ടെയ്ൻസ് ബേസിക് നൈട്രജൻ then use of alkali metal alkoxide necessary ആണ്. അതായത് ബേസിക്
നൈട്രജൻ ലോൺ പെയർ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ഫങ്ഷനാലിറ്റി നിങ്ങളുടെ റിയാക്ടന്റിൽ ഉണ്ടെങ്കിൽ അലുമിനിയം ഐസോപ്രോപ്പോക്സൈഡ് പകരം ആൽക്കലി മെറ്റൽ, അലുമിനിയം മാറ്റി ആൽക്കലി മെറ്റൽ ആയിട്ടുള്ള സോഡിയം ഐസോപ്രോപ്പോക്സൈഡോ അങ്ങനെ ഏതെങ്കിലും മാറ്റി ഉപയോഗിക്കേണ്ടതായിട്ട് വരും. മാത്രമല്ല റിയാക്ഷൻ റേറ്റ് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ സ്റ്റോഷിയോമെട്രിക് എമൗണ്ട് ആയിട്ടുള്ള അലുമിനിയം ആൽക്കോക്സൈഡ് ഉപയോഗിക്കണം. കറക്റ്റ് അളവിൽ മാത്രം റിയേജന്റ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി വൈഡ് റേഞ്ച് ഓഫ് സബ്സ്ട്രേറ്റ്സ് ഓക്സിഡൈസ്ഡ് ആണ്. ഇറ്റ് ഈസ് എ റിവേഴ്സ് റിയാക്ഷൻ ഓഫ് മെർവിൻ-പൊണ്ടോഫ് വെർലി റിയാക്ഷൻ. MPV റിയാക്ഷന്റെ ഓപ്പോസിറ്റ് ആണ് ഓപ്പണർ ഓക്സിഡേഷൻ. ഇവിടെ ആൽക്കഹോളിനെ കീറ്റോൺ ആക്കി ഓക്സിഡൈസ് ചെയ്യുന്നു. MPV റിയാക്ഷനിൽ കീറ്റോണിനെ റെഡ്യൂസ് ചെയ്ത് ആൽക്കഹോളിലേക്ക് മാറ്റുന്നു. ഓക്കെ, സെക്കൻഡറി ആൽക്കഹോൾ ആണ് പ്രൈമറി ആൽക്കഹോളിനെക്കാട്ടും നന്നായിട്ട് റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നത്. മാത്രമല്ല സെക്കൻഡറി ആൽക്കഹോളിനെ കീമോ സെലക്റ്റീവ് ആയിട്ട് അത് മാത്രമായിട്ട് നമുക്ക് റിയാക്ട് ചെയ്യാനായിട്ടും സാധിക്കും. ഇവിടെയും ഓവർ ഓക്സിഡേഷൻ നടക്കുന്നില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡെസ്മാർട്ടിനിൽ പറഞ്ഞ പോലെ കാർബോക്സിലിക് ആസിഡിൽ മാറുന്നില്ല. മൈൽഡ് റിയാക്ഷൻ, മൈൽഡ് ഓക്സിഡേഷൻ ആണ് ഇവിടെ. മാത്രമല്ല ഓക്സിഡേഷൻ ഓഫ് 1,4 ഡയോൾസ്, 1,4 1,5 ഡയോളോ എടുത്താൽ യു വിൽ ഗെറ്റ് ഇന്റേണൽ എസ്റ്റേഴ്സ് ആയിട്ടുള്ള ലാക്ടോൺസ് ഉണ്ടാവും. ഓക്കെ, acetone is most often used as an oxidant, but aromatic and aliphatic aldehyde are suitable as oxidants. നമ്മളിപ്പോൾ ഇവിടെ പഠിച്ച മെക്കാനിസത്തിൽ അസറ്റോൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പകരം നിങ്ങൾക്ക് അരോമാറ്റിക്കോ അലിഫാറ്റിക്കോ ആയിട്ടുള്ള ആൽക്കഹോൾ ഉപയോഗിക്കാം. ബട്ട് ദേ ഹാവ് ലിമിറ്റഡ് റിയാക്ഷൻ ഈൽഡ്, റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവായതുകൊണ്ട് അവർക്ക് ഈൽഡ് കുറവായിരിക്കും. ബെറ്റർ ടു യൂസ് അസറ്റോൺ. ഇനി കുറെ റിയാക്ഷൻസ് ആണ്. ഇവിടെ ഒരു OH ഉണ്ട്. ആ OH-ൽ നിങ്ങൾ അലുമിനിയം ഇവിടെയാണ് ഈ OH ആണ് റിയാക്ട് ചെയ്യുന്നത്. അലുമിനിയം ഐസോപ്രോപ്പോക്സൈഡ് വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് O ആവും. അപ്പൊ ഈ ഡബിൾ ബോണ്ട് O ആവുമ്പോൾ എന്ത് പറ്റും, എക്സ്റ്റൻഷൻ ഇൻ കോൺജുഗേഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ എക്സ്റ്റൻഷൻ ഇൻ കോൺജുഗേഷൻ കിട്ടും. ഓക്കെ, അത് പിന്നീട് ടൊസലൈറ്റ് ചെയ്ത് വേറെ പ്രോഡക്റ്റിലേക്ക് മാറുന്നുണ്ട്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ വരുന്നത് ഈ ഒരു കോമ്പൗണ്ടിൽ മാത്രമാണ്. ടൊസലേറ്റ് ചെയ്യുമ്പോൾ ഈ സിസ്റ്റം മൊത്തത്തിൽ അരോമാറ്റിക് ആവും. ഇത് OH ആവും. ടൊസലേറ്റ് ചെയ്യുമ്പോൾ ഇത് OTS ആവും. എന്നിട്ട് ഇവിടെ നിന്ന് എലിമിനേറ്റ്, ഇവിടെ നിന്ന് ഹൈഡ്രജനും OTSും കൂടെ TSOH ആവും. അപ്പൊ ഇവിടെ ഡബിൾ ബോണ്ട് ആവും. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ ഇവിടെയും ഒരു ഡബിൾ ബോണ്ട്, ഇവിടെ ഒരു OHും കൂടെ വരും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് എസ്ട്രോൺ സിന്തസൈസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതൊരു സിന്തറ്റിക് ആപ്ലിക്കേഷൻ ആണ്. അതേപോലെ ലീനിയർലി ഫ്യൂസ്ഡ് ട്രൈക്യുനൈൻ ഹിർസുറ്റീൻ അതുണ്ടാക്കാനായിട്ടും ഇത് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾ ഈ റിയാക്ഷന്റെ പോയിന്റ് നോക്കിയാൽ മതി. ഇവിടെ OH അലുമിനിയം ഐസോപ്രോപ്പോക്സൈഡും അസറ്റോണും കൂടെ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് എന്താവും, ഈ സെക്കൻഡറി ആൽക്കഹോൾ കീറ്റോണിലേക്ക് മാറും. ഓക്കെ, അത് പിന്നീട് ഹിസ്റ്റോണിലേക്ക് മാറുന്നുണ്ട്. പിന്നെ ഈ റിയാക്ഷനിൽ നോക്കൂ, ഇവിടെ ഈ OH, ഇവിടെയും എക്സ്റ്റൻഷൻ കോൺജുഗേഷൻ പോസിബിൾ ആണ്. അപ്പൊ ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇത് ഡബിൾ ബോണ്ട് ആവും. ഓക്കെ, പ്രൊജസ്റ്ററോണിന്റെ റിയാക്ഷൻ ആണ്. സ്റ്റിറോയിഡ് നാച്ചുറൽ പ്രോഡക്റ്റ് കെമിസ്ട്രിയിൽ ധാരാളം യൂസ് ചെയ്യുന്ന ഒരു റിയേജന്റ് ആണ് അലുമിനിയം ഐസോപ്രോപ്പോക്സൈഡ്. ഇവിടെ അലുമിനിയം ഐസോപ്രോപ്പോക്സൈഡിന് പകരം ടെർഷ്യറി ബ്യൂട്ടോക്സൈഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെയും ഈ കോൺഫിഗറേഷൻ എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പൊ ഇവിടെ ഒരു ഡബിൾ ബോണ്ട്, ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ചാടി ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, എക്സ്റ്റൻഷൻ കോൺഫിഗറേഷൻ അച്ചീവ് ചെയ്യും. അതേപോലെ ഇവിടെ OH ഉണ്ട്, ഇവിടെ OH ഉണ്ട്. ബ്രിഡ്ജ് ഹെഡിന് അടുത്തായതുകൊണ്ട് ഈ OH ആദ്യം റിയാക്ട്. മാത്രമല്ല ഇത് 5 മെമ്പേർഡ് ആണ്, 6 മെമ്പേർഡ് ആണ്. അപ്പൊ 5 മെമ്പേർഡിൽ ആദ്യം റിയാക്ട് ചെയ്തുകൊണ്ട് ഡബിൾ ബോണ്ട് ഉണ്ടാവും. ഓക്കെ, ഇത് ഇൻസിറ്റു ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. അലുമിനിയം ഐസോപ്രോപ്പോക്സൈഡ് ആയിട്ടല്ല ഇവിടെ ഉള്ളത്. Al2O3 അലൂമിനിയം ട്രൈക്ലോറോ ഫോർമാൽഡിഹൈഡ് ആയിട്ടാണ്, ട്രൈക്ലോറോ അസറ്റാൽഡിഹൈഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അത് ഇവ രണ്ടുപേരും കൂടെ റിയാക്ട് ചെയ്ത് ഇതെന്താവും, അലൂമിനിയം ഐസോപ്രോപ്പോക്സൈഡ് ഇൻ പ്രസൻസ് ഓഫ് CCl4 ആവും. ഇനി ഇവിടെയും ഈ OH എന്താവും, OH ഡബിൾ ബോണ്ട് ആവും. ഓക്കെ, ഇവിടെ ഈ റിംഗ് സ്ട്രെയിൻഡ് ആയതുകൊണ്ട് മാത്രമല്ല സ്റ്റീരിയോ സ്പെസിഫിക് ആയിട്ട് ഇവിടെ ബ്രിഡ്ജ് ഹെഡ് ഒക്കെ ഉള്ളത് കൊണ്ട് ഇയാൾക്ക് ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. കൊളസ്ട്രോൾ പാരക്വിനോൺ ഇവിടെ തന്നെ, ഈ ഡബിൾ ബോണ്ട് ഇവിടെ തന്നെ ഇരിക്കും. ഓക്കെ, ഇയാൾ ഇങ്ങോട്ടേക്ക് വരുന്നില്ല.
പിന്നെ ഇവിടെയും വെറുതെ ഇരിക്കുന്ന അറ്റാക്റ്റിക് ആയിട്ടിരിക്കുന്ന ഒരു OH ഗ്രൂപ്പിനെ ഡബിൾ ബോണ്ട് ആക്കാൻ പറ്റും. ഇവിടെ ടെർമിനലിൽ ഇരിക്കുന്ന ഈ സിസ്റ്റത്തിലൊന്നും അഫക്ട് ചെയ്യാത്ത OH-നെ ഇവിടെ ഡബിൾ ബോണ്ട് ആക്കുന്നു. അഡമന്റൈൻ സിസ്റ്റത്തിനകത്തും OH ഡബിൾ ബോണ്ട് ആക്കാനായിട്ടും ഉപയോഗിക്കും. ഇതൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കുറെ റിയാക്ഷൻസ് ഉണ്ട്. ഇത് OH സോറി അലുമിനിയം ഐസോപ്രോപ്പോക്സൈഡ് ഉപയോഗിക്കുന്നു, ഡബിൾ ബോണ്ട് ആവുന്നു. OH ഇവിടെ ഡബിൾ ബോണ്ട് ആവുന്നു. OH ഇവിടെ ഡബിൾ ബോണ്ട് ആവുന്നു. ഈ OH ഇവിടെ ഡബിൾ ബോണ്ട് ആവുന്നു. അപ്പൊ ഈ കാണിച്ചിരിക്കുന്നതിലെല്ലാം OH-നെ സെക്കൻഡറി ആൽക്കഹോളിനെ കീറ്റോണും ഇവിടെ പ്രൈമറി ആൽക്കഹോളിനെ ആൽഡിഹൈഡിലേക്കുമാണ് മാറ്റുന്നത്. ഒരു റിയാക്ഷൻ ഇവിടെ OH ഇവിടെ ഒരു മൈഗ്രേഷൻ സംഭവിക്കുന്നുണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട് ആയില്ല മാറുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതിനെക്കാട്ടും കുറച്ചും കൂടെ സിംപിളർ ആയിട്ടുള്ള എക്സാമ്പിൾസ് ആയിരിക്കും നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പം. അപ്പൊ അതുകൊണ്ട് സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് പഠിച്ചാൽ മതി അലുമിനിയം ഐസോപ്രോപ്പോക്സൈഡ്. ഓക്കെ, അതിന് കൂടുതൽ ആപ്ലിക്കേഷൻസ് പക്ഷെ വരുന്നത് നാച്ചുറൽ പ്രൊഡക്റ്റിലാണ്. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കിയിട്ടുള്ള രണ്ട് റിയേജന്റ് എന്ന് പറയുന്നത് അയഡോ ബെൻസോയിക് ആസിഡ് ആയിട്ടുള്ള IBX-ഉം അലൂമിനിയം ഐസോപ്രോപ്പോക്സൈഡ് അതാണ് ഓപ്പണർ ഓക്സിഡേഷൻ. ആ റിയേജന്റ് ഉപയോഗിച്ചുള്ള റിയാക്ഷൻ, ഓക്സിഡേഷൻ റിയാക്ഷൻ വിളിക്കുന്ന പേര് ഓപ്പണർ ഓക്സിഡേഷൻ എന്നാണ്. അപ്പൊ ഈ രണ്ട് റിയാക്ഷനും വൃത്തിയായിട്ട് പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിലുള്ള വേറെ ഏതെങ്കിലും റിയേജൻസ് പഠിക്കാം. ഓക്കെ, ശരി, താങ്ക് യു.